Cricket, a gentleman's game played on the lush green fields of England. But in Dubai, where concrete rules, cricket takes on a new form. Played in the shadows of skyscrapers, in alleys and parking lots, the game isn't bound by tradition, but by the drive of those who play it. Here, passion finds a way to play the city. എൻ്റെ പേര് സഹീർ. ഞാൻ ദുബായിൽ 14 വർഷമായി, 14 ഇയേഴ്സ്. അതിനു മുന്നേ എൻ്റെ ചേട്ടന്മാരോട് കളിക്കുന്ന സ്ഥലത്ത് പോയി കളി കാണും. പിന്നെ അങ്ങനെ എന്ത് ചെയ്ത് ഒരുപാട് കാലം അങ്ങനെ കളിച്ച് പിന്നെ ക്ലാസ്സിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ ബുക്ക് കൊണ്ട് ക്രിക്കറ്റ് കളിക്കും. ബുക്ക് ഇങ്ങനെ എടുത്തിട്ട് 6, 4 ആ രീതിയിൽ എന്ത് ചെയ്യും, കളിക്കും. ഇല്ല, ക്രിക്കറ്റ് ഇല്ലെങ്കിൽ നമുക്ക് ലൈഫേ ഇല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ ക്രിക്കറ്റ് കൊണ്ട് എന്ത് ചെയ്യാൻ നമുക്ക് ഒരുപാട് റിലേഷനും നമ്മളെ മൈൻഡ്, നമ്മളെ സ്ട്രെസ് കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നത് ഒഴിവാകുന്നത്. ക്രിക്കറ്റ് ഉണ്ടെങ്കിലേ എല്ലാം ഉള്ളൂ ഇവിടെ. ഇല്ല, ക്രിക്കറ്റ് ഇല്ലെങ്കിൽ ബിക്കം സീറോ. എന്റെ പേര് ജസീം എന്നാണ്. ഞാൻ ഇന്ത്യയിൽ കേരളത്തിൽ നിന്നാണ് വരുന്നത്. ഇപ്പൊ ഇവിടെ UAE ഒരു 6 വർഷമായിട്ടുണ്ട്. അപ്പൊ അതിലിപ്പോ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 8 വയസ്സ് 10 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് കളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഇപ്പൊ ഒരു 20 കൊല്ലത്തോളമായിട്ട് ക്രിക്കറ്റിലുണ്ട്. പിന്നീട് ഫസ്റ്റ് ടൈം ഇവിടെ UAE അജ്മാൻ പ്രീമിയർ ലീഗിനാണ് വരുന്നത്. അജ്മാൻ പ്രീമിയർ ലീഗ് എന്നിട്ട് ഇവിടെ ഒരു എല്ലാ ഇയറും നടക്കുന്നുണ്ട്. अब ऐसा कुछ ढूंढना जहाँ आपको पैसे नहीं देने पड़े और जगह ज्यादा बड़ी हो, वो इतने आसानी से नहीं मिलती है. हम लोग जुगाड़ लगा खेल लेते हैं कि पार्किंग लॉट में या कहीं भी जहाँ पे परेशानी नहीं हो ज्यादा और ज्यादा दूर ना पड़े लोगों के लिए. बट दुबई में कंस्ट्रक्शन इतना है कि जगहें और भी कम होती जा रही हैं. अब सीमेंट विकेट सस्ते होते हैं लेकिन वो इतने सेफ नहीं होते खेलने के लिए. കഴിഞ്ഞ പ്രാവശ്യം ഇതില് പിന്നെ എന്റെ കണ്ണിന് ഏറുകൊണ്ട് എന്തായി, അതെന്തുണ്ടായെന്നറിയോ, ഞാന് ജസ്റ്റ് ഫുൾ ടോസ് ബോളായിരുന്നു. ഫ്ലിക്ക് ചെയ്ത എഡ്ജ് ബാറ്റിന്ന് എഡ്ജ് എടുത്തിട്ട് എന്റെ കണ്ണിനെ തട്ടി. ഭയങ്കര രക്ഷപ്പെട്ട ജസ്റ്റ് ഇത് ഇവിടെ ഫുൾ അടയാളുണ്ട്. എനിക്ക് ഇവിടെ ഓർമ്മയുണ്ട്, നമ്മുടെ ഇവിടുത്തെ ഒരു ഗ്രൗണ്ടിലിടാ തൊട്ടടുത്ത് ഒരു നമ്മളാ അവിടെ അപ്പുറത്തെ ഫ്ലാറ്റിന്റെ വിൻഡോ ഉണ്ട്. വിൻഡോമ വന്നിട്ട് ബോൾ അടിച്ചിട്ട് ചില്ല് പൊട്ടി. മുനിസിപ്പാലിറ്റി ഓടിച്ചില്ല എല്ലാത്തിനെ, പോലീസ് വന്ന് എല്ലാത്തിനെ. കൊറോണ ടൈമില് ആകെ പ്രശ്നമില്ലായിരുന്നു. ദുബായിലത്തെ മെയിൻ ഒരു നമുക്ക് മുന്നിൽ നിൽക്കുന്ന ചൂട് തന്നെയാണ് കളിക്കുമ്പോഴുള്ള. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഓരോ സിറ്റുവേഷനിൽ ഇപ്പൊ ഈ ചൂട് കാലത്ത് നമ്മൾ നേരത്തെ കളി തുടങ്ങണം. അതിനുവേണ്ടി 4:30-5 മണിയൊക്കെ ആകുമ്പോൾ എണീറ്റ് ഗ്രൗണ്ടിലേക്ക് എന്തായാലും ഒരു 1 hour യാത്ര ഉണ്ട്. അപ്പോൾ ഒരു 6 മണി 46-47 ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ് ഇപ്പോഴത്തെ ചൂട്. അതിലൊക്കെ നമ്മൾ കളിക്കാൻ ശരിക്കും നമുക്കൊരു അവാർഡ് തരണം. നമ്മള് ഓർഗനൈസ് ചെയ്യുന്ന വാട്സപ്പ് ഗ്രൂപ്പാ. ഞാൻ ഓർഗനൈസ് ചെയ്ത 5 ടൂർണമെന്റ്, പിന്നെ നല്ല സൂപ്പർ ടൂർണമെന്റ്. കാരണം എന്ന് പറഞ്ഞാല് നമ്മൾ നല്ല പ്രൈസ് മണി കൊടുക്കും. ഇവിടെ എന്ന് പറഞ്ഞാല് പിന്നെ UAE ക്രിക്കറ്റില് ഇന്നൊരാള് സഹീർ മുന്നേ നല്ല ടൂർണമെന്റ് നടത്തിയ ആളാ, നല്ലോണം കളിച്ച ആളാ. അതെല്ലാം ഇങ്ങനെ അറിയാന്നുള്ളൊരു കാര്യം ഉണ്ടല്ലോ. കാരണം എന്താ പറഞ്ഞാൽ ഇപ്പോൾ ആ ക്യാപ്റ്റൻ എന്ത് ചെയ്യുന്ന ചിലപ്പോൾ ഒരു കമ്പനി ഉണ്ടാവും. അപ്പോൾ അവർക്ക് ക്രിക്കറ്റ് കളിക്കുന്ന ആൾക്കാരെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, കളി കണ്ടുനോക്കും. അപ്പോൾ ഒരു ദിവസം കളി കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ എന്ത് ചെയ്യും, അവർ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ജോബ് കൊടുക്കും. നമ്മളെ റിലേറ്റീവുകളിൽ നമ്മളെന്ത് ചെയ്യും, കാണിച്ചു കൊടുക്കും. അതുപോലെ പല ഫ്രണ്ട്സുകളുടെ അടുത്തുണ്ടാവില്ലേ, അവരെന്ത് ചെയ്യും, അവരിങ്ങനെ നല്ല പ്ലെയർ ഉണ്ട്, നല്ലോണം ബോളും ചെയ്യും, ബാറ്റും ചെയ്യും, നല്ല കിടിലൻ പ്ലെയറാന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവരും. അപ്പോൾ പെട്ടെന്ന് നാട്ടിൽ നിന്ന് ഒരാൾ വന്നിട്ട് ഇവിടെ പെട്ടെന്ന് ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. ഒന്ന് ക്ലൈമറ്റിനോടും ഒക്കെ ഒന്ന് അനുയോജ്യമായിട്ടൊന്ന് സെറ്റ് ആവാൻ ചിലപ്പോൾ ചിലവർക്ക് ടൈം എടുക്കും. ചിലവർക്ക് ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന ഒരാൾ എന്തായാലും എവിടെ പോയാലും ക്രിക്കറ്റ് കളിക്കും എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഇപ്പൊ നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഷാർജ സജ്ജയില്. ഇപ്പത്തെ ചൂടിന് ഒരു രക്ഷയില്ല. അപ്പൊ ഈ ഹോട്ട് ടൈമിലും ടൈമിങ് എങ്ങനെ? ഈ ടൈമില് നമ്മള് ഏർലി മോർണിംഗ് എണീക്കണം. ഞാൻ അറേഞ്ച് ചെയ്യാം, ഷെയർ കൂടെ ഉണ്ട്. നമ്മളാ ഇവിടുത്തെ പിച്ച് പോയടാ. ഇപ്പുറത്ത് സത്വയിലൊരു പിച്ചുണ്ട്.